ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ ദീർഘകാല വക്താവായിരുന്ന അബു ഒബൈദ കൊല്ലപ്പെട്ടതായി തന്നെ ഹമാസ് തീവ്രവാദികൾ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഗാസ ഇസ്രയേലിൽ ഏൽപ്പിച്ച പ്രഹരങ്ങളുടെ തോത് അത് സമ്മതിക്കാൻ പലപ്പോഴും ഹമാസ് ഇതുവരെയും തയ്യാറായിരുന്നില്ല. കനത്ത വ്യോമാക്രമണവും സ്ഫോടനങ്ങളും നടത്തിയതിലൂടെ തന്നെ ഹമാസിന്റെ പ്രധാന നേതാക്കളെ ഇല്ലാതാക്കാൻ തന്നെ ഇസ്രയേൽ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. അബു ഒബൈദയെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 30 ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് ഇസ്രയേൽ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഹമാസ് ഇതുവരെയും സ്ഥിരീകരണം നടത്തിയിരുന്നില്ല. ടെലഗ്രാം ചാനലിലൂടെ പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെയാണ് ഇപ്പോൾ അൽ ഖാസിം ബ്രിഗേഡ് തങ്ങളുടെ സുപ്രധാന വക്താവിന്റെ വധം സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഖുദായിഫ സമീർ അൽ ഖുൽത്ത് എന്നതാണ് ഒബൈദയുടെ യഥാർത്ഥ പേരെന്നും ഹമാസ് ആദ്യമായി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യുദ്ധകാലത്ത് ഹമാസിന്റെ നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും പുറത്തുവിട്ടിരുന്നതും ഒബൈദ് തന്നെയായിരുന്നു. കണ്ണുകൾ മാത്രം കാണുന്ന വിധത്തിൽ മുഖം മറച്ചുകൊണ്ട് സൈനിക വേഷത്തിലെത്തി വീഡിയോ പ്രസ്താവനകൾ നൽകിയിരുന്നു. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഒബൈദിനെ അത് വധിച്ചത് ഇസ്രായേൽ നിർണായക നേട്ടമായി തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അബു ഒബൈദയെ കൂടാതെ തന്നെ ഇസ്രായേൽ മറ്റ് 4 കമാൻഡർമാരെ അവിടെ കൊലപ്പെടുത്തിയത് കൂടി ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് കമാൻഡർ ആയിരുന്ന മുഹമ്മദ് സിൻവാർ, റാഫെ ബ്രിഗേഡിന്റെ മേധാവി കൂടിയായ മുഹമ്മദ് ഷബാന, അൽ ഖാസം ബ്രിഗേഡിലെ മുതിർന്ന നേതാവായ ഹക്കിം അൽ ഇസ്ലാം, 2ാം കമാൻഡറായ റാദ് സായിദ് എന്നിവരെ ഇസ്രായേൽ വധിച്ചതായി തന്നെ സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു. ഹമാസിന്റെ പുതിയ വക്താവാണ് വീഡിയോയിൽ ഇത് സംസാരിച്ചിരിക്കുന്നത്. മുഖം മറച്ചെത്തിയ ഇയാളാകട്ടെ താനും അബു ഒബൈദ എന്ന പേരിൽ അറിയപ്പെടുമെന്നതാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ 31 ഇസ്രായേൽ സൈന്യവും ഷിൻബെയ്ദ് തമ്മിലുള്ള അല്ലെങ്കിൽ ഇവർ അബു ഒബൈദിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഹമാസ് ഇതുവരെ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ തീവ്രവാദികളായി തന്നെ മുഹമ്മദ് സിൻവാർ, മറ്റ് നേതാക്കൾ എന്നിവരെല്ലാം തന്നെ മരിച്ചതായി തന്നെ ഹമാസ് സ്ഥിരീകരണം നടത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഹമാസിനുള്ളിൽ തന്നെ നേതൃത്വ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നതും. അതേപോലെ തന്നെ ഖലീൽ അൽ ഹയയും ഖലീദ് മഷ്ലുമാണ് മുൻനിരയിലുള്ളത്. 2025 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചുകൊണ്ട് ഇസ്രായേൽ ആകട്ടെ മുൻ ഹമാസ് നേതാവായ ഇസ്മയിൽ ഹാനിയെ കൊലപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ആരായിരുന്നു അബു ഒബൈദ് എന്നതും ഒരു ചോദ്യമാണ്. അബു ഒബൈദ് തന്റെ വീഡിയോകളിൽ എല്ലായ്പ്പോഴും ചുവന്ന കോഫി, അതായത് ഒരു ശിരോവസ്ത്രം, പാലസ്തീനിലെ ഒരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട്, കോഫി എന്ന് പറയുന്നത് പാലസ്തീനിലെ ശിരോവസ്ത്രം തന്നെയാണ്, ഇത് ധരിച്ചുകൊണ്ടാണ് ഇയാൾ വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒബൈദിന്റെ വീഡിയോകളുടെ പശ്ചാത്തലത്തിൽ എപ്പോഴും തന്നെ ഒരു ഖുറാൻ വാക്യം ഉപയോഗിച്ചിരുന്നു. ഹമാസ് സൈനിക നടപടിയും അനുബന്ധ വിവരങ്ങളും ഇയാൾ തന്റെ ഗ്രൂപ്പിന്റെ ടെലഗ്രാം ചാനലിൽ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. 2006 അൽ ഖാസം ബ്രിഗേഡിലൂടെ വ്യക്തമായി തന്നെ അബു ഒബൈദിനെ നിയമിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.